ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വീറ്റ് ഹൽവ. ഒരു 10-15 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് സ്വീറ്റ്സ് കഴിക്കാൻ തോന്നുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ മധുരം നിങ്ങൾക്ക് കൂട്ടാൻ വേണമെങ്കിൽ ഞാനിപ്പോൾ 1/2 കപ്പാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3/4 കപ്പ് വരെ മധുരം ഇതിൽ ചേർക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഹൽവ ഉണ്ടാക്കാനായിട്ട് ശർക്കരയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ശർക്കര പൊടിയാണുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചീകി എടുക്കാം. ഇതിപ്പോൾ 1/2 കപ്പ് ശർക്കരയാണ് ഈ റെസിപ്പിക്ക് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത്. ശർക്കര പൊടിച്ചത് 1/2 കപ്പ്. ചീകി എടുത്തതാണെങ്കിൽ തിളവൽ തന്നെ ചേർക്കാം, 1/2 കപ്പ് തന്നെ ചേർക്കാം. 1/2 കപ്പ് ശർക്കര ആദ്യം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അലിയിച്ചെടുക്കാനായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിത് 1/2 കപ്പ് ഗോതമ്പ് പൊടി കൊണ്ടാണ് ഈ ഹൽവ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഗോതമ്പ് പൊടി നമ്മൾ ഏത് കപ്പിലാണോ അളന്നെടുക്കുന്നത് ആ കപ്പിൽ തന്നെ വേണം നമ്മൾ ബാക്കി എല്ലാതും മെഷർ ചെയ്തെടുക്കാനായിട്ട്. ഞാനിത് മെഷറിംഗ് കപ്പിലാണ് മെഷർ ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മെഷറിംഗ് കപ്പില്ലെങ്കിൽ സാധാരണ ഏത് കപ്പിലും മെഷർ ചെയ്യാം. ആ കപ്പിൽ തന്നെ ബാക്കി എല്ലാം മെഷർ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ 1/2 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1/2 കപ്പ് ശർക്കരപ്പൊടിയും നമ്മളെടുക്കുന്ന ഗോതമ്പ് പൊടിയുടെ 3 ഇരട്ടി വെള്ളവും ചേർക്കണം. അപ്പോൾ 1/2 കപ്പിന് 1.5 കപ്പ് വെള്ളം ഞാൻ ചേർത്തു. ഇനി ശർക്കര ഒന്ന് അലിയിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് അലിഞ്ഞ് വന്നാൽ മതി. നമുക്കിത് നൂൽപ്പരുവൊന്നും ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. ശർക്കര അലിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. വളരെ സിമ്പിളാണ് ഈ ഹൽവ ഉണ്ടാക്കിയെടുക്കാൻ, നല്ല ടേസ്റ്റുമാണ്. ഇത് നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട് ശർക്കര. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിൽ വേണമെങ്കിൽ ഇതൊന്ന് അരിച്ചെടുക്കാം. ഈ ശർക്കരയിൽ എന്തെങ്കിലും ചെളിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാനായിട്ട് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചുവട് കെട്ടിയുള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. ഇത് 1/2 കപ്പ് നെയ്യാണുള്ളത്, ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിൽ നമുക്ക് കുറച്ച് കാഷ്യൂ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഒരു 5-10 കാഷ്യൂ എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കുകയാണ്. കാഷ്യൂ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഈ ഫ്ലെയിം നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം ഇടാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ ഗോതമ്പിൻ്റെ ആ പച്ചമണം ഒന്ന് മാറി വരണം. അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ അളവ് ഓർത്ത് വയ്ക്കാൻ നല്ല എളുപ്പമാണ്. 1/2 കപ്പ് ഗോതമ്പ് പൊടി, നെയ്യും അതുപോലെ തന്നെ ശർക്കരയാണ് നമ്മൾ എടുത്തത്. ഗോതമ്പ് പൊടിയുടെ 3 ഇരട്ടി വെള്ളം ചേർക്കുക. അപ്പോൾ 1.5 കപ്പ് വെള്ളം, ഇത്രയാണ് ഇതിലേക്ക് വേണ്ടത്. ഞാനിപ്പോൾ ഏറ്റവും കുറഞ്ഞ തീയിലാണ് ഇട്ടിട്ടുള്ളത്. നമ്മുടെ നോൺ സ്റ്റിക്ക് അല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് മൂത്ത മണമൊക്കെ വന്ന് തുടങ്ങി. ഇത് പെട്ടെന്നായി കിട്ടും. ഓൾറെഡി തീ നല്ല ചൂടായിട്ട് ഇരിക്കുകയായിരുന്നു നെയ്യ്. അപ്പോൾ അതിലേക്കല്ലേ നമ്മൾ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഗോതമ്പ് പൊടി മൂത്ത് വരും. ഒരു 4-5 മിനിറ്റ് എടുക്കുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരുന്ന ശർക്കര ഞാൻ അരിച്ച് മാറ്റി വെച്ചിരുന്നു, അതാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ചേർത്ത് കൊടുക്കാം. അത് മുഴുവൻ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് ഫ്ലെയിം ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇത് പെട്ടെന്ന് കട്ട പിടിച്ച് തുടങ്ങും. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. മീഡിയം ടു ഹൈ ഫ്ലെയിമിലാക്കുക. ഇത് നോൺ സ്റ്റിക്ക് അല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് അടി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കണ്ടില്ലേ, പെട്ടെന്ന് കട്ട പിടിച്ച് വന്നു. ഇനി ഇത് സൈഡിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു പാകമാവണം. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരണം. അതുവരെ നമുക്കിതുവരെ കൈവിടാതെ ഇളക്കി കൊടുക്കാം. അപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ. നോൺ സ്റ്റിക്ക് അല്ലെങ്കിലും നമ്മുടെ പാത്രത്തിൽ അങ്ങനെ അടി പിടിക്കണമൊന്നുമില്ല. നോൺ സ്റ്റിക്ക് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നല്ല കട്ടിയുള്ളൊരു പാത്രമായാൽ മതി. കണ്ടില്ലേ, ഇതിപ്പോൾ വിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം.
ഇത്രയും കൂടി ഒന്ന് തിക്കായി കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാൻ പെട്ടെന്ന്. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വിട്ട് വന്ന് തുടങ്ങി. ഇത്രയും കൂടി ഒന്ന് ആവേ വേണ്ടു, പെട്ടെന്ന് ആയിക്കിട്ടും. സ്വീറ്റൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹൽവയാണ്. കാണുന്നുണ്ടാവും സൈഡിലൊക്കെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്, കണ്ടില്ലേ? നമ്മൾ ഇതിലേക്ക് മാറ്റി വെച്ചിരുന്ന അണ്ടിപ്പരിപ്പ് വറുത്തത് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് പൊടിച്ചും ചേർക്കാം. ഞാനിപ്പോൾ മുഴുവനോടെ തന്നെ വറുത്തെടുത്തതാണ്. ഇനി ഏലക്കാപ്പൊടി വേണ്ടവർക്ക് ചേർക്കാം, ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ ഏലക്കാപ്പൊടി വേണ്ടവർക്ക് അതും ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിൽ വേറെ ഒന്നും ചേർക്കാനില്ല. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാം. അല്ല തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാത്രത്തിൽ ഒഴിച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഹൽവ അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഗ്ലാസിൻ്റെ പാത്രമാണ്. അതിൽ ഞാൻ നെയ്യ് തടവിയിട്ടുണ്ട് എല്ലായിടത്തും. ഞാൻ അതിലേക്ക് കുറച്ച് വറുത്ത എള്ള് ഇതുപോലെ ഇട്ട് കൊടുത്തു. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, ഭംഗിക്ക് വേണ്ടി ചെയ്തതെന്ന് മാത്രം. ഇനി ഇതിലേക്ക് നമ്മുടെ ഹൽവ ഒഴിച്ചു കൊടുക്കാം. ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കണം, നല്ലത് പെട്ടെന്ന് സെറ്റായി കിട്ടുള്ളൂ. ഇനി ഇത് സെറ്റ് ആവാനായിട്ട് ഒരു 10 മിനിറ്റ് റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചാൽ മതി. അപ്പോൾ ഇത് 10 മിനിറ്റായി സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹൽവ റെഡിയായി. ഒരു ബുദ്ധിമുട്ടുമില്ല, വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. ഇനി ഇതുപോലുള്ള റെസിപ്പീസായിട്ട് ഞാൻ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.